ഹലോ മക്കളെ, അപ്പൊ നമ്മൾ ഇന്ന് സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ നമ്മുടെ 4th ചാപ്റ്റർ ആയിട്ടുള്ള ദ വേൾഡ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പഠിക്കുന്നത്. ദ വേൾഡ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അപ്പൊ ഫസ്റ്റ് തന്നെ ഒരു പിക്ചർ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ പിക്ചറിൽ ഒരാൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. കുറച്ച് ആൾക്കാർ ഈ പിക്ചർ, ഈ ഒരു സംഭവങ്ങളൊക്കെ ഒബ്സർവ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ പിക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കുറച്ച് കോൺവെർസേഷൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. യശ്വന്ത് ആൻഡ് ആനന്ദി live in a village in Rajasthan. Their school has assigned them a project to learn about craft persons who work with metals. They decide to visit the local ironsmiths who practice this craft. അപ്പൊ അവർക്ക് സ്കൂളിൽ നിന്നും ആർക്കൊക്കെ യശ്വന്ത് ആൻഡ് ആനന്ദി ഒരു വില്ലേജ് ഇൻ രാജസ്ഥാനിൽ ലിവ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ അവർക്ക് സ്കൂളിൽ നിന്ന് ഒരു പ്രോജക്ട് കൊടുത്തിട്ടുള്ളതാണ്. സോ ദേ ഡിസൈഡ് ടു വിസിറ്റ് ദ ലോക്കൽ ironsmiths who practice this craft. അപ്പൊ ക്രാഫ്റ്റ് പേഴ്സൺസുമായിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. യശ്വന്ത് ആൻഡ് ആനന്ദി റിക്വസ്റ്റ് their grandfather to accompany them. They are curious to learn how these ironsmiths make different items of daily use. They interact with an elderly craft person, സുദർശൻസ് അങ്കിൾ. ഓക്കെ, സോ അങ്കിളിനെയും കൂടെ കൂട്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഗ്രാൻഡ് ഫാദറിനെയും കൂടെ കൂട്ടിയിട്ട് അവര് ഡിഫറെന്റ് ഐറ്റംസ് ഓഫ് ഡെയിലി യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. യശ്വന്ത്, വിച്ച് ഐറ്റംസ് ഡു യു ജനറലി മേക്ക്? അപ്പൊ സുദർശൻ പറയും ജനറലി. അപ്പൊ സുദർശനാണ് ഇയാളാണ് ഈ കുട്ടിക്ക് വേണ്ട എക്സ്പ്ലനേഷൻസ്, അവരുടെ വർക്കിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിലിംഗ് കൊടുക്കുകയാണ്. ജനറലി വി മേക്ക് ഐറ്റംസ് ഓഫ് ഡെയിലി യൂസ് such as flat pans, buckets, tongs and farming tools like spades, axes, trowels and racks. അപ്പം ഇങ്ങനത്തെ ഡെയിലി യൂസ് ഐറ്റംസ് ആണ് നമ്മൾ ഉണ്ടാക്കണത് എന്ന് പറയും. ആൻഡ് ആനന്ദി, വാട്ട് മെറ്റീരിയൽസ് ആർ ദേ മെയ്ഡ് ഓഫ്? ഏത് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്? അപ്പൊ സുദർശൻ പറയും വി യൂസ് അയൺ മെറ്റൽ. ഏത് മെറ്റലാണ്? അയൺ മെറ്റൽ ടു മേക്ക് ദീസ് ഐറ്റംസ്. അവർ ഏത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്? അയൺ മെറ്റൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. വി ഓൾസോ യൂസ് wood to prepare handles. അപ്പൊ അതിന്റെ ഹാൻഡിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട് അവർ എന്താ യൂസ് ചെയ്യണത്? വൂഡാണ് യൂസ് ചെയ്യണത് wherever required. Additionally, we use coal in our furnaces to heat the iron. ഇനി അയണിനെ ഹീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ എന്ത് യൂസ് ചെയ്യുന്ന പറയുന്നത്, അവരുടെ ഫേർണസിൽ അവർ കോൾ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സുദർശൻ is heating an iron block in the furnace and has become red hot. He starts beating it hard with a hammer. അപ്പം റെഡ് ഹോട്ട് ആയിട്ടുള്ള ഈ ഒരു അയൺ എന്ത് ചെയ്തിട്ടുണ്ട്, അയൺ ബ്ലോക്ക് ഉണ്ടായിരുന്നു, അദ്ദേഹം എടുത്തിട്ട് എന്ത് ചെയ്തു, അത് ബീറ്റിംഗ് ഇറ്റ് ഹാർഡ് വിത്ത് എ ഹാമർ. ആനന്ദി ഈസ് അമേസ്ഡ് ആൻഡ് ആസ്ക്ഡ്, വൈ ആർ യു ബീറ്റിംഗ് ഇറ്റ്? എന്തിനാണ് ബീറ്റ് ചെയ്യണത്? സുദർശൻ, ഐ ആം ബീറ്റിംഗ് ഇറ്റ് ടു ഷേപ്പ് ഇറ്റ് ഇൻടു an axe. എന്തിനു വേണ്ടിയിട്ടാ? ഞാനിതൊരു ആക്സ് ആക്കി ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിതിനെ ബീറ്റ് ചെയ്യണതെന്ന് പറയും. ആനന്ദി, wow, a piece of iron can be beaten into a flat shape. Can we do with this with other metals as well? അപ്പോ ഇത് ഒരു അയൺ ബ്ലോക്ക് എടുത്തിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആക്സ് ഉണ്ടാക്കണത്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ആക്കാൻ പറ്റുമോ? നമുക്ക് ഇത് മാത്രം യൂസ് ചെയ്തിട്ടാണോ ഇങ്ങനത്തെ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നല്ലേ? അപ്പൊ ഫസ്റ്റത്തെ പിക്ചറിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ. അപ്പൊ ഇതാണ് അവരുടെ ഒരു കഥ പറയുന്ന ഒരു പിക്ചറാണ് ഈ തന്നിട്ടുള്ളത് കേട്ടോ. സോ യു മേ ഓൾസോ ഹാവ് മെനി സച്ച് ക്വസ്റ്റ്യൻസ്. ലെറ്റ് us explore what else we can do with metals. അപ്പൊ നമ്മൾ ആ ചാപ്റ്ററിന്റെ പേര് നിങ്ങൾക്ക് അറിയാം. നമ്മൾ എന്താ പഠിക്കണത്? മെറ്റൽസിനെ പറ്റിയിട്ടും നോൺ മെറ്റൽസിനെ പറ്റിയിട്ടുമാണ് പഠിക്കണത്. സോ നമ്മള് മെറ്റൽസിന്റെ കൂടുതൽ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, റെഡി ആണോ പഠിക്കാൻ വേണ്ടിയിട്ട്? സോ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്. നമ്മള് ഡിഫറെന്റ് മെറ്റീരിയൽസിന്റെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസിനെ പറ്റി പഠിക്കാൻ പോവാണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി വി ആർ ഗോയിങ് ടു ലേൺ ഇസ് മാലിയബിലിറ്റി. എന്താണ് മാലിയബിലിറ്റി? കേട്ടിട്ടുണ്ടോ? മാലിയബിലിറ്റി മിസ്സിന്റെ കൂടെ തന്നെ പഠിക്കണേ. ദാറ്റ് ഇസ് മാലിയബിലിറ്റി.
Okay, so caution, conduct this activity under the supervision of your teacher or an adult. അപ്പൊ നിങ്ങൾ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ടീച്ചേഴ്സിന്റെ കൂടെ അല്ലെങ്കിൽ വീട്ടിലെ പാരന്റ്സിന്റെ ഒക്കെ പ്രസൻസിൽ വേണം നിങ്ങളിത് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ മാലിയബിലിറ്റി ആണ് നമ്മൾ പഠിക്കുന്നത്. കളക്ട് സം വേസ്റ്റ് പീസസ് ഓഫ് കോപ്പർ ആൻഡ് അലൂമിനിയം, an iron nail, a piece of coal, a tea-sized lump of sulfur that is gandak, and a block of wood. നമ്മളിവിടെ കുറച്ച് മെറ്റീരിയൽസ് അല്ലെ, അയൺ, കോപ്പർ, പീസ് ഓഫ് സൾഫർ, കോള് ആൻഡ് ബ്ലോക്ക് ഓഫ് വൂഡ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. Place each of these items one by one on any hard surface and beat them with a hammer. നമ്മളിതൊരു ഹാർഡ് സർഫസിൽ വെച്ചിട്ട് നമ്മളോടത് ഒരു ഹാമർ വെച്ചിട്ട് ബീറ്റ് ചെയ്യാനാ പറയുന്നത്. What do you think will happen? Do the objects become slightly flattened or do they break into pieces? അത് ഫ്ലാറ്റൻ ആവുകയാണോ അത് ബ്രേക്ക് ഇൻ ടു പീസസ് അല്ലെ പീസസ് ആയിട്ട് സ്പ്ലിറ്റ് ആയി പോവാണോ ചെയ്തിട്ടുണ്ടെന്ന് നമ്മളെടുത്ത് പറയാൻ വേണ്ടിയിട്ടാ പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് ഫസ്റ്റ് പീസ് ഓഫ് കോപ്പർ. ഇത് അപ്പിയറൻസ് എങ്ങനെയാണ്, ഇത് കാണുമ്പോ എങ്ങനെയാണ്, ലെസ്ട്രസ് ആണോ നോൺ ലെസ്ട്രസ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ മക്കളെ ലെസ്ട്രസും നോൺ ലെസ്ട്രസും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലെസ്ട്രസ് എന്ന് പറഞ്ഞാൽ തിളക്കം, ഓക്കെ, ലോഹദ്യുതി എന്നൊക്കെ മലയാളത്തിൽ പറയും. സോ ലെസ്ട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഷൈനിങ് ഇൻ അപ്പിയറൻസ് ആണോ, അല്ലെങ്കിൽ നോൺ ലെസ്ട്രസ് എന്ന് പറഞ്ഞാൽ അത് ഡൾ ഇൻ അപ്പിയറൻസ് ആണോ, അതായത് വലിയ ഷൈനിങ് ഒന്നും ഇല്ലാത്തതാണോ എന്നുള്ളതാണ് ഈ ഒരു കോളത്തിൽ ഉദ്ദേശിക്കുന്നത്. ലെസ്ട്രസ് ഓർ നോൺ ലെസ്ട്രസ്. പിന്നെ ഇത് ഹാർഡ് ആണോ സോഫ്റ്റ് ആണോ, അല്ലെ ഇത് ഭയങ്കര കട്ടിയുള്ളതാണോ അല്ലെങ്കിൽ കാഠിന്യം കൂടിയതാണോ അല്ലെങ്കിൽ ഇത് ഭയങ്കര സോഫ്റ്റ് ആണോ എന്നുള്ളതാണ്. ദെൻ ഇഫക്ട് ഓഫ് ഹാമറിങ്, അതായത് നമ്മൾ ഹാമറിങ് ചെയ്യുന്ന സമയത്ത് ഇത് ഫ്ലാറ്റ് ആവുകയാണോ ചെയ്യണത് അല്ലെങ്കിൽ ഇത് ബ്രേക്കിംഗ് ടു പീസസ് ആവുകയാണോ ചെയ്യണത് എന്നുള്ളതാണ് നമ്മൾ ആ ഒരു ഒബ്സർവേഷൻ അവിടെ എഴുതേണ്ടത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താ, പീസ് ഓഫ് കോപ്പർ. കോപ്പറിന്റെ പീസ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം അതിനൊരു ലസ്ട്രസ് ആണ് അല്ലെ, അതിനൊരു തിളക്കം നമുക്ക് കാണാൻ പറ്റും. സോ പീസ് ഓഫ് കോപ്പർ വിൽ ബി ഹാവിങ് ലസ്ട്രസ് ഇൻ അപ്പിയറൻസ് അല്ലെ, ഇറ്റ് വിൽ ബി ലസ്ട്രസ്. ദെൻ വെദർ ഇറ്റ് ഈസ് ഹാർഡ് ഓർ സോഫ്റ്റ്, ഹാർഡ് ആണ് അല്ലെ, കുറച്ച് കട്ടി ഉണ്ടാവും. ആൻഡ് ഇഫക്ട് ഓഫ് ഹാമറിങ്, നമ്മളൊരു പീസ് ഓഫ് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കോപ്പർ നമ്മൾ ഹാമറിങ് ചെയ്യുന്ന സമയത്ത് അത് ഫ്ലാറ്റനിങ് ആവുക ചെയ്യുക. ഓക്കെ, ഫ്ലാറ്റൻ ആവും. ഓക്കെ, അപ്പം കോപ്പറിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ലസ്ട്രസ് ഉണ്ട്, ഹാർഡ് ആണ്, ഫ്ലാറ്റൻസ് ഓൺ ഹാമറിങ്. നെക്സ്റ്റ് പീസ് ഓഫ് അലൂമിനിയം എടുത്തു കഴിഞ്ഞാലും സെയിം തന്നെയാണ് അല്ലെ, അലൂമിനിയത്തിനും നല്ല തിളക്കം ഉണ്ടാവും, നല്ല ലസ്ട്രസ് ആണ് ആൻഡ് ഹാർഡ് ആണ്. നമ്മൾ ഹാമറിങ് ചെയ്താൽ അതും എന്താവും, ഫ്ലാറ്റൻ ആവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് അബൌട്ട് അയൺ നെയിൽ. അയൺ നെയില് ലസ്ട്രസ് ആണ്, ഹാർഡ് ആണ്, അത് ഹാമർ ചെയ്യുമ്പോ എന്താ ചെയ്യാ, ഹാമറിങ് ചെയ്യുമ്പോൾ അയൺ നെയിൽ എന്താവും അല്ലെ, അയൺ നെയില് ഫ്ലാറ്റൻ ആവും. ഓക്കെ, നെക്സ്റ്റ് നമ്മള് പീസ് ഓഫ് കോൾ പീസ് എടുക്കുമ്പോ പീസ് ഓഫ് കോള് നോൺ ലസ്ട്രസ് ആണ്, അതിന് വലിയ തിളക്കമൊന്നുമില്ല. ഓക്കെ, നോൺ ലസ്ട്രസ് ആണ്. ഇത് ഹാർഡ് ആണോ സോഫ്റ്റ് ആണോ എന്ന് ചോദിച്ചാല് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പീസ് ഓഫ് കോപ്പർ, പീസ് ഓഫ് അലൂമിനിയം, അയൺ നെയിൽ ഇതിന്റെ ഒന്നും അത്ര എന്തല്ല, ഹാർഡല്ല, പക്ഷെ ഭയങ്കര സോഫ്റ്റും അല്ല. ഓക്കെ, so not much hard അല്ലെ as compared to these metals. Okay, and നമ്മൾ ഹാമറിങ് ചെയ്യുന്ന സമയത്ത് it will break into pieces ആയിട്ട് ബ്രേക്ക് ആവും. നെക്സ്റ്റ് ലംബ് ഓഫ് സൾഫർ ആണെങ്കിലും നോൺ ലസ്ട്രസ് ആണ്, നോട്ട് മച്ച് ഹാർഡ് ആണ്, it will break into pieces. Okay, നെക്സ്റ്റ് ബ്ലോക്ക് ഓഫ് വുഡ് ആണെങ്കിൽ it will be non lustrous, not much hard, neither get flattened nor it will break into pieces. അത് ഫ്ലാറ്റൻ ആവുക, വുഡ് നമ്മൾ അടിച്ചു നോക്കുന്ന സമയത്ത് അതിങ്ങനെ പരന്ന് ഫ്ലാറ്റൻ ആയി പോവോ, ഇല്ല, അത് ബ്രേക്ക് ഇൻ ടു പീസസ് ആവണമെന്നും ഇല്ല. സോ നെയ്തർ ഗെറ്റ് ഫ്ലാറ്റൻ നോർ ബ്രേക്സ് ഇൻ ടു പീസസ്. ക്ലിയർ ആണോ ഈ ടേബിള്? അപ്പൊ നിങ്ങൾ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുക. പീസ് ഓഫ് കോപ്പർ, പീസ് ഓഫ് അലൂമിനിയം, അയൺ നെയില്, പീസ് ഓഫ് കോള്, ലംബ് ഓഫ് സൾഫർ, ബ്ലോക്ക് ഓഫ് വുഡ്, ഇത്രയൊക്കെ. ഇതിൽ കൂടുതൽ മെറ്റീരിയൽസ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ നിങ്ങൾക്ക് കളക്ട് ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാ, ഒരു ഹാമറിങ് ചെയ്യാ വിത്ത് ഇൻ ദ പ്രസൻസ് ഓഫ് യുവർ ടീച്ചർ ഓർ യുവർ പേരന്റ് ട്ടോ.
എന്നിട്ട് ഹാമറിങ് ചെയ്ത് നോക്കുന്ന സമയത്ത് എല്ലാം നോക്കാം, ഇത് ഫ്ലാറ്റൻ ആവുകയാണോ ചെയ്യാ, ഇത് ബ്രേക്ക് ഇൻ ടു പീസസ് ആവുകയാണോ ചെയ്യുന്നത്, ഹാർഡ് ആണോ, സോഫ്റ്റ് ആണോ, ലെസ്ട്രസ് ആണോ, നോൺ ലെസ്ട്രസ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഒബ്ജക്ട്സ് മെയ്ഡ് ഫ്രം കോപ്പർ, അലുമിനിയം ആൻഡ് അയൺ ആർ ലെസ്ട്രസ് ഇൻ അപ്പിയറൻസ് ആൻഡ് ആർ ഹാർഡ്. അല്ലെ, കോപ്പർ, അലൂമിനിയം, അയൺ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ will be lustrous in appearance and hard. Luster shown by metal is known as metallic luster. എന്താ മെറ്റാലിക് ലസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലസ്റ്റർ ഷോൺ ബൈ മെറ്റൽസ്, മെറ്റൽസ് കാണിക്കുന്ന ലസ്റ്ററിനെയാണ് നമ്മൾ എന്താ പറയാ, മെറ്റാലിക് ലസ്റ്റർ എന്ന് പറയാം. ഓക്കെ, മെറ്റൽസ് കാണിക്കുന്ന ലസ്റ്ററിന് നമ്മൾ മെറ്റാലിക് ലസ്റ്റർ എന്ന് പറയും. എന്താ മെറ്റാലിക് ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ്നെസ്, അല്ലെ ആ ഒരു ഷൈനിങ് നാച്ചറിനെയാണ് നമ്മള് ലസ്ട്രസ് എന്ന് പറയുന്നത്. മെറ്റീരിയൽസ് ലൈക്ക് കോപ്പർ, അലൂമിനിയം ആൻഡ് അയൺ ആർ നോൺ ആസ് മെറ്റൽസ്. ഈ കോപ്പർ, അലൂമിനിയം ഇതൊക്കെ എന്താ, സിൽവർ, ഗോൾഡ് ഇതെല്ലാം മെറ്റൽസ് ആണ്. whereas coal, sulfur and wood are non-lustrous and not hard as metals. ഇത് ഈ പറയുന്ന വൂഡ് അല്ലെങ്കിൽ സൾഫറിന്റെ പീസ് ഇതൊന്നും എന്തല്ല, മെറ്റലും അല്ല, നമ്മുടെ മെറ്റൽസിനെ പോലെ എന്തും അല്ല, ഹാർഡും അല്ല. ഓക്കെ, സോ ദിസ് ഈസ് കോപ്പർ. കോപ്പർ ലെസ്ട്രസ് ആണോ നോൺ ലെസ്ട്രസ് ആണോ? ലെസ്ട്രസ് ആണ് അല്ലെ. നിങ്ങൾ വേറൊരു എക്സാമ്പിള് സിൽവർ ആണ്. സിൽവർ ലെസ്ട്രസ് ഇല്ലേ, ഗോൾഡ് ഭയങ്കര തിളക്കായിരിക്കും അല്ലെ. ആൻഡ് അയൺ ആണെങ്കിൽ എന്താണ്, ലെസ്ട്രസ് ആണ് കേട്ടോ. അപ്പൊ എന്താണ്, തിളക്കമാണ് ലെസ്ട്രസ്. ചില മെറ്റൽസിന്റെ ലെസ്ട്രസിനെ നമ്മൾ മെറ്റാലിക് ലെസ്റ്റർ എന്നാണ് പറയുന്നത്. സോ എന്തൊക്കെ കാര്യങ്ങളാ മക്കളെ നമ്മളിപ്പോ ഇത് ഇൻട്രൊഡക്ഷൻ പോർഷൻ ഓഫ് വേൾഡ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞത്. ഫസ്റ്റ് ആണ് നമ്മൾ ഈ യശ്വന്ത് ആൻഡ് ആനന്ദിന്റെ ഒരു സ്റ്റോറി പറഞ്ഞു അല്ലെ. അവരുടെ ഡൗട്ട്സ് ആണ് നമ്മളെ അതിലേക്ക് കൂടുതലായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചിട്ടുള്ളത് അല്ലെ. സോ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസിൽ ഫസ്റ്റ് നമ്മള് മാലിയബിലിറ്റിയെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ മാലിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമുക്ക് പഠിക്കാം കേട്ടോ. നമുക്ക് മെറ്റൽസിനെ ഫ്ലാറ്റൻ ആക്കാൻ പറ്റുന്നത്, നമ്മൾ ഹാമറിംഗ് ഒക്കെ ചെയ്തുള്ള എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തു, അങ്ങനെ നമുക്ക് ഫ്ലാറ്റനിങ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, മാലിയബിലിറ്റി അല്ലെങ്കിൽ മാലിയബിൾ എന്ന് പറയുന്നത്. ലെസ്ട്രസ് ആണോ, ഫ്ലാറ്റൻ ആവുന്നുണ്ടോ, ബ്രേക്കിംഗ് ടു പീസസ് ആണോ എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. മെറ്റാലിക് ലെസ്റ്റർ എന്താന്ന് പറഞ്ഞു. ആൻഡ് നമ്മൾ ഹാർഡ് ആണോ സോഫ്റ്റ് ആണോ എന്നുള്ള കാര്യവും നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചാപ്റ്ററിലെ ഇൻട്രൊഡക്ഷൻ ആണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.